ഹായ് എവരിവൺ, വെൽക്കം ടു ബിനു സെന്തിലേണി ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണോ. ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നൊരു കാര്യമാണ്, ഇത് ഞാൻ സ്വയം ചെയ്തതാ എന്ന് പറയത്തില്ല. അവിടെ സ്വയം എന്നുള്ളൊരു വാക്ക്, അതുപോലെ തന്നെ ഞാൻ ഇവിടെ തനിച്ചാണ് എന്ന് പറയുമ്പോൾ രണ്ടും വേറെ വേറെയാണ് അല്ലെ. സ്വയം എന്നർത്ഥമാക്കുന്നതും തനിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്നർത്ഥമാക്കുന്നതും രണ്ട് രീതിയിൽ സംസാരിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. സ്വയം എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഖുദ്. ഓക്കെ, ഖുദ്. ഇത് ഞാൻ സ്വയം ചെയ്തതാണ്. എങ്ങനെ പറയാ? യഹ്മേനെ ഖുദ് കിയാ ഹെ. ഇത് ഞാൻ സ്വയം ചെയ്തതാണ്. യഹ്മേനെ ഖുദ് കിയാ ഹെ. ഇവിടെ യഹ് എന്ന് പറയുന്നിടത്ത് യേ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. യഹ്മേനെ ഖുദ് കിയാ ഹെ. ഇത് ഞാൻ സ്വയം ചെയ്തതാണ് എന്ന് പറയുന്നതാ. ഇവിടെ ഈ സ്വയം എന്നുള്ള വാക്കിന് നമ്മൾ ഖുദ് എന്ന് പറഞ്ഞു. ഇത് കൂടാതെ അപ്നെ ആപ്പ് എന്നും പറയും കേട്ടോ. അപ്നെ ആപ്പ്, യഹ്മേനെ അപ്നെ ആപ്പ് കിയാ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഞാൻ സ്വയം. സ്വയം എന്നുള്ള അർത്ഥം അവിടെ വരുന്നത് തനിയെ എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ഓക്കെ, അതല്ലെങ്കിൽ ഇത് ഞാൻ സ്വയം ചെയ്തോളാം എന്നുള്ള പറയില്ലേ, ഇത് ഞാൻ സ്വയം തനിയെ ചെയ്തോളാം എന്നുള്ള അർത്ഥമല്ല അവിടെ സ്വയം എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പൊ യമേ ഖുദ് കരൂങ്ക അല്ലെങ്കിൽ കർലൂങ്ക കർദൂങ്ക ഇതൊക്കെ പറയാം കേട്ടോ. യമേ ഖുദ് കർലൂങ്ക, ഇത് ഞാൻ സ്വയം ചെയ്തോളാം എന്ന് പറയുന്നതാ. ഓക്കെ, സ്ത്രീ ആണെങ്കിൽ അവിടെ ഈ സൗണ്ട് വരും, കരൂങ്കി കർലൂങ്കി കർദൂങ്കി, ആ ഒരു ഈ സൗണ്ട് വരും. പുരുഷനാണെങ്കിൽ ആ സൗണ്ട് വരും, കരൂങ്ക കർലൂങ്ക കർദൂങ്ക, ആ സൗണ്ട് കേട്ടോ. എല്ലാത്തിനും ഒരേ അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മളിപ്പോ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാന്ന് പറയല്ലേ, ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയതാ, സ്വയം സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. എങ്ങനെ പറയാ? യഹ്മേനെ ഖുദ് ബനായാ ഹെ. യഹ്മേനെ ഖുദ് ബനായാ ഹെ, ഇത് ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ്. ഇനി അതുപോലെ അവൻ തന്നെ ചെയ്യും, അവൻ തന്നെ ചെയ്യും, നിങ്ങൾ സഹായിക്കേണ്ട, അവൻ തന്നെ ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയില്ലേ, എങ്ങനെ പറയാ? വോ ഖുദ് കരേഗ, വോ ഖുദ് കരേഗ, വോ ഖുദ് കരേഗ. അതല്ലേ ഈ പറയും നമ്മള്, അവനെ സ്വയം ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറയത്തില്ലേ. ഉസേ ഖുദ് കർനേ ദോ, ഉസേ ഖുദ് കർനേ ദോ, വോ ഖുദ് കരേഗ. അവനെ സ്വയം ചെയ്യാൻ അനുവദിക്കൂ, അവൻ തന്നെ ചെയ്യും. ഉസേ ഖുദ് കർനേ ദോ, അതാണ് പറയുന്നത്. അവിടെ കർനേ ദോ, ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറയുന്നതാ. ഇപ്പൊ മുജെ ജാനേ ദോ, എന്നെ പോകാൻ അനുവദിക്കൂ. മുജെ ആനേ ദോ, എന്നെ വരാൻ അനുവദിക്കൂ. ഇവിടെ കർനേ ദോ, ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറയുന്ന ക്ലിയർ ആയ ഒരു സെന്റൻസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഖുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം. അതിന് പകരമായിട്ട് നമുക്ക് അപ്നെ ആപ്പ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ സ്വന്തം എന്ന് പറയാനായിട്ട് ഇപ്പൊ നമ്മൾ പറയത്തില്ല, ഇതെന്റെ വീടാണ് അല്ലെ, ഇത് എന്റെ വീടാണെന്ന് പറയുന്നുള്ളൂ. അവിടെ സ്വന്തം എന്ന് പറയുന്നില്ല. ചിലപ്പോ നമ്മൾ റെന്റിനായിരിക്കാം, ലീസിനായിരിക്കാം, പക്ഷെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് പറയല്ലേ, ഇവിടെ വിട്ടോ, ഇതാണ് എന്റെ വീട് എന്നല്ലേ പറയാം. അവിടെ എന്റെ എന്ന് പറയാനായിട്ട് മേരാ, മേരാ ഘർ എന്ന് പറയാം. പക്ഷെ അത് എന്റെ സ്വന്തമല്ല അല്ലെ. സ്വന്തം എന്ന് പറയാനായിട്ട് അവിടെ അപ്ന എന്നുള്ള വാക്കാണ്. അപ്ന, മേരാ അപ്ന ഘർ, ഇതെന്റെ സ്വന്തം വീടാണ്, ഇത് ഞാൻ താമസിക്കുന്ന വീടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെ മേരാ ഘറേ വരുന്നുള്ളൂ. എന്റെ വീട് എന്ന് പറയാനായിട്ട് മേരാ ഘർന്നേ വരുന്നുള്ളൂ. പക്ഷെ എന്റെ സ്വന്തം വീട് എന്ന് പറയാനായിട്ട് മേരാ അപ്ന ഘർ. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കസിൻ ബ്രദർ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ ഇതെന്റെ ബ്രദർ ആന്നേ പറയത്തുള്ളൂ അല്ലെ. മേരാ ഭായി ഹെ, മേരാ ഭായി ഹെ. അതല്ല, ഇതെന്റെ സ്വന്തം ബ്രദർ ആണെങ്കിലോ, മേരാ അപ്ന ഭായി ഹെ, മേരാ അപ്ന ഭായി ഹെ, ഇതെന്റെ സ്വന്തം ബ്രദറാണ്. അവിടെ ആ സ്വന്തം എന്നുള്ള വേർഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. അപ്ന എന്നാണ് പറയാ. ഓക്കെ, കൂടാതെ ഇവിടെ അപ്ന, അപ്നെ, അപ്നി ഇത് കാണും. ഇത് ഗ്രാമർ ആണ്, ഇതിനെല്ലാം അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചന റെസ്പെക്ട് നോക്കി വെക്കുന്നതാണ്. അറിയാലോ, പുല്ലിംഗാണെന്നുണ്ടെങ്കിൽ അപ്ന പറയും, സ്ത്രീലിംഗാണെങ്കിൽ അപ്നി പറയും. ഇനിയിപ്പൊ റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ ബഹുവചനാണെന്നുണ്ടെങ്കിൽ അപ്നെ എന്ന് പറയും. ഇപ്പൊ രണ്ട് കുട്ടികളും ഉണ്ട്, ഇതെന്റെ സ്വന്തം കുട്ടികളാണ് എന്ന് പറയുമ്പോ മേരെ അപ്പനെ ബച്ചേ ഹെ, അവിടെ അപ്പനെ വന്നു, അപ്പന അല്ല വന്ന്. ക്ലിയർ ആയോ? ഇനിയിപ്പോ ഇതെന്റെ സ്വന്തം വണ്ടിയാണ് എന്നാണെങ്കിൽ, ഇപ്പൊ കാറോ എന്തും ആയിക്കോട്ടെ, വണ്ടിയാണെങ്കിൽ ഇതെന്റെ സ്വന്തം വണ്ടിയാണ്, മേരി അപ്നി ഗാഡി ഹെ, മേരി അപ്നി ഗാഡി ഹെ. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. മേരി അപ്നി ഗാഡി ഹെ, ഇതെന്റെ സ്വന്തം വണ്ടിയാണ്. അപ്പൊ അവിടെ അപ്പന, അപ്പനെ, അപ്പനി അത് കേട്ട നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഈ ഒരു മാറ്റാണ് വരുന്നത്. ഇവിടെ ഗാഡി സ്ത്രീലിംഗ ആയതുകൊണ്ട് നമ്മൾ അതിനു മുമ്പ് അപ്നി വെച്ചു. നേരത്തെ ബച്ചേ ബഹുവചനാണല്ലേ, 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ, ബഹുവചൻ ആയതുകൊണ്ട് ബച്ചയ്ക്ക് മുന്നില് അപ്പനെ വെച്ചു. മനസ്സിലാവുന്നല്ലോ. നേരത്തെ എന്തായിരുന്നു? ഗർ എന്നുള്ള വേർഡ് അല്ലെ, ഗർ എന്ന് പറഞ്ഞ പുല്ലിംഗാണ്, അതിനു മുമ്പില് അപ്ന വെച്ചു. അതുപോലെ തന്നെയാണ് മേര, മേരെ, മേരി.
മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ചെറിയൊരു ഗ്രാമറാണ്, പക്ഷെ ഇതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കി എടുക്കണ്ട. നിങ്ങൾ എല്ലായിടത്തും അപ്പനാന്ന് പറഞ്ഞോ മേരാന്ന് പറഞ്ഞോ ഒരു ഇഷ്യൂ വരുന്നില്ല കേട്ടോ, അർത്ഥത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അപ്പൊ അപ്പനാന്ന് പറഞ്ഞാൽ സ്വന്തം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സ്വയം ഖുദ് എന്ന് പറഞ്ഞു. ഇനി അതല്ലാതെ സ്വയം എന്നുള്ള അർത്ഥം അല്ലാതെ തനിയെ എന്ന് നമ്മൾ പറയും അല്ലെ, തനിയെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥം വരുന്നത്. അവിടെ ഖുദ് എന്നുള്ള വാക്കല്ല, ഇത് ഞാൻ തനിയെ ചെയ്തോളാം എന്ന് പറയുമ്പോ ഏമേ അക്കേലെ കരുങ്ക, എന്താണ്? ഇത് ഞാൻ തനിയെ ചെയ്തോളാം എന്ന് പറയുന്ന, അവിടെ തനിച്ച് ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഇപ്പൊ പറയില്ലേ ഞാൻ തനിച്ചാണ്, മേ അക്കേലാഹും, മേ അക്കേലാഹും, ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് അല്ലെ, മേ അക്കേലാഹും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അക്കേല വരുന്നത്. ഇവിടെ ഖുദ് എന്നുള്ള പ്രയോഗം വരുന്നില്ല കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇത് രണ്ടും ഒരുപോലെ വരും. ഇപ്പൊ ഇത് ഞാൻ സ്വയം ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇത് ഞാൻ തനിയെ ചെയ്തതാണ്, അവിടെ നമുക്ക് ആ ഖുത്തിന് പകരം അക്കേല ആ ഒരു പ്രയോഗം വരാം. പക്ഷെ ഇതിന്റെ കറക്റ്റ് അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്. ഖുദ് എന്ന് പറയുമ്പോൾ അത് സ്വയം എന്നുള്ള അർത്ഥവും, അക്കേല എന്ന് പറയുമ്പോൾ തനിച്ച് ഒറ്റയ്ക്ക് അങ്ങനെ പ്രയോഗിക്കേണ്ട ഒരു വേർഡാണ് കേട്ടോ. അതുപോലെ ഒരു സെന്റൻസ് മുഴുവനായിട്ട് പറഞ്ഞേക്ക്. ഇന്ന് ഞാൻ വീട്ടിൽ തനിച്ചാണ്, ഇന്ന് ഞാൻ വീട്ടിൽ തനിച്ചാണ്. ആജ്മേ ഘർ പർ അക്കേല ഹൂം, ആജ്മേ ഘർ പർ അക്കേല ഹൂം, ഇന്ന് ഞാൻ വീട്ടിൽ തനിച്ചാണ്. ക്ലിയർ ആയില്ലേ? ഇതധികം പറയേണ്ട കാര്യമില്ല, ഈ അർത്ഥവ്യത്യാസങ്ങൾ മാത്രം ഞാൻ ഒന്ന് മനസ്സിലാക്കി തന്നാ കേട്ടോ. ഇനിയിപ്പോ നമ്മൾ പറയത്തില്ല തനിച്ചായൊരു ഫീല് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ, ചില സമയത്തൊക്കെ നമുക്ക് ആരും ഇല്ലാത്തൊരു ഫീല്, തനിച്ചായ പോലത്തെ ഒരു ഫീൽ എന്ന് പറയില്ലേ, അതിനെ പറയുന്നത് അക്കേലാപ്പൻ എന്നാണ്. നമ്മൾ ഇടയ്ക്ക് പറയും അല്ലെ, ഒരു തനിച്ചായ അവസ്ഥ ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ തനിച്ചായ പോലെ ഫീൽ ചെയ്യുന്നു, അക്കേലാപ്പൻ ലഗ്രഹാഹെ, അക്കേലാപ്പൻ ലഗ്രെ ഷോർട്ട് ചെയ്തിട്ട്. അതല്ലെങ്കിൽ അക്കേലാപ്പൻ മഹസൂസ് ഹോരഹാഹെ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇതിന് ഷോർട്ട് ചെയ്യാൻ നമുക്ക് ഇപ്പൊ പറയാട്ടോ, അക്കേലാപ്പൻ ലഗ്രഹാഹെ എന്ന് പറയുന്നതിന് ഷോർട്ട് ചെയ്ത് മുझे ബൗത്ത് അക്കേലാപ്പൻ ലഗ്രെ, ലഗ്രെ എന്ന് പറഞ്ഞാൽ മതി അല്ലെ. എനിക്ക് തനിച്ചായ പോലെ തോന്നുന്നു എന്ന് പറയുന്നതാ. അവിടെ ഫീൽ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് അക്കേലാപ്പൻ മഹസൂസ് ഹോരഹാഹെ എന്ന് പറയാം. ഇവിടെ മഹസൂസ് എന്നുള്ള വാക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് മഹസൂസ്. ഓക്കെ, അപ്പൊ മഹസൂസ് ഹോരെ, അക്കേലാപ്പൻ മഹസൂസ് ഹോരെ എന്ന് പറഞ്ഞ എന്താ, തനിയായ പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്ന. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടൊരു ക്ലാസ് ആണ്. സ്വയം, സ്വന്തം, അതുപോലെ തന്നെ തനിച്ച്, തനിച്ചായ അവസ്ഥ, ഇതൊക്കെയാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അങ്ങോട്ട് ചെറിയ കൺഫ്യൂഷൻ വരാവുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടാതെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ 30 days ക്ലാസ് റണ്ണിങ് ആണ്. ഒത്തിരി പേര് ഡെയിലി മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്നത് കേട്ടോ. കാരണം ഓരോ ദിവസവും വ്യത്യസ്തമായ ഇടങ്ങളിലേക്കാണ് യൂട്യൂബ് നമ്മുടെ ക്ലാസ്സുകൾ വിടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഓരോ ദിവസവും പുതിയ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ മെമ്പേഴ്സും കയറുന്നുണ്ട്. അപ്പൊ അറിയാത്തവരോടാണ് ഈ പറയുന്നത്, നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിന് 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കൂടാതെ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. പിന്നെ മറ്റുള്ളവരേക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.